ഞാൻ ജോസെറ്റ് മാത്യു. ഞാൻ നെടുമുടി കോളേജിലെ പ്രിൻസിപ്പലായിരുന്നു. ഞാൻ ഡോക്ടറേറ്റ് ചെയ്തിരിക്കുന്നത് കൃഷി തന്നെയാണ്. ബേസിക്കലി ഞാൻ അഗ്രികൾച്ചറിസ്റ്റാണ്. ആ ഒരു ഫീൽഡ് എനിക്ക് താല്പര്യമുള്ള മേഖലയാണ്. 2016 നെടുമുടി കോളേജിലെ പ്രിൻസിപ്പൽ സ്ഥാനത്ത് നിന്ന് ഞാൻ റിട്ടയർ ചെയ്തു. നമ്മുടെ പഴയ ജനറേഷൻ, നമ്മുടെ കാരണന്മാർ, ഭൂമിയിൽ അധ്വാനിച്ച് ജീവിച്ചവർ ഇന്നും 80, 90, 100 വയസ്സിലേക്ക് സുഖമായിട്ട് ആരോഗ്യത്തിൽ ജീവിക്കാൻ നമ്മൾ കാണുന്നുണ്ട്. നമ്മുടെ പുതിയ ജനറേഷൻ യുവജനങ്ങൾ 30കളിലും 40കളിലും വൃദ്ധരാകുന്നതും മാത്രമല്ല മനുഷ്യൻ കുഴഞ്ഞു വീഴുന്ന മരണമൊക്കെ നമ്മളിപ്പോൾ ഒത്തിരി റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. ഇതിനോട് ബന്ധപ്പെട്ട കാരണമുണ്ട്. അതിതാണ്, പ്രകൃതി എല്ലാ ജീവജാലങ്ങളെയും 2 മെയിൻ ഗണങ്ങളിൽ പെടുത്തിയിട്ടുണ്ട്: ഡയോണൽ ആനിമൽസ് ആൻഡ് നോക്ടേണൽ ആനിമൽസ്. അതിന് പറയുന്നൊരു കാര്യമാണ്, ശാസ്ത്രീയമായിട്ട് ഞങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്, സർക്കേഡിയൻ റിതം എന്ന് പറയും. ഈ റിതം അനുസരിച്ചാണ് പ്രകൃതി ജീവജാലങ്ങളെല്ലാം ചലിച്ചുകൊണ്ടിരിക്കുന്നത്. വേറെ വിധത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ നമ്മൾ പറയുന്ന വാക്കാണ് ബയോളജിക്കൽ ക്ലോക്ക് എന്ന് പറയും, ജൈവ ഘടികാരം. അതിങ്ങനെയാണ്, ഡയോണൽ ആനിമൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പകൽ ജീവിക്കുന്നവർ. അവർ രാവിലെ 6 മണിക്ക് ഉണരുന്നു, അവരുടെ പ്രവർത്തനങ്ങളെല്ലാം തുടങ്ങുന്നു, ഉച്ച ഒരു 12-1 മണിയാകുമ്പോഴേക്കും അതിൻ്റെ പീക്കിലെത്തുന്നു, വൈകുന്നേരം 6 മണി 7 മണിയാകുമ്പോഴേക്കും അവർ വിശ്രമത്തിലേക്ക് പോകുന്നു. അവർ ഡയോണലാണ്. മനുഷ്യരെല്ലാം 100% ഡയോണൽ ആനിമൽസാണ്. നമ്മുടെ പ്രവർത്തനങ്ങളെല്ലാം തന്നെ പകലാണ് നടക്കേണ്ടത്. നമ്മുടെ ശരീരം ഡിസൈൻ ചെയ്തിരിക്കുന്നത്, പ്ലാൻ ചെയ്തിരിക്കുന്നത്, നമ്മുടെ അവയവങ്ങളെല്ലാം പ്രവർത്തിക്കുന്നത് ഇതനുസരിച്ചാണ്. നമ്മുടെ ബ്രെയിനും നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റവും എല്ലാ അവയവങ്ങളും ഡിസൈൻ ചെയ്തിരിക്കുന്നത് പകൽ ഉള്ള സമയത്ത് പ്രവർത്തിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി നോക്ടണൽ എന്ന് പറയുന്നത് രാത്രീഞ്ചരന്മാർ. അവർ രാത്രിയാണ് ആക്റ്റീവ് ആകുന്നത്. നമുക്കറിയാം, വവ്വാൽ, പന്നിയലി, മറ്റുള്ള വന്യമൃഗങ്ങൾ, ഇവരൊക്കെ രാത്രി വൈകുന്നേരം 6 മണിക്ക് ആക്റ്റീവായി രാവിലെ 6 മണിയാകുമ്പോഴേക്കും അവരുടെ വിരപിടുത്തവും ഭക്ഷണം എല്ലാം കഴിഞ്ഞ് അവരവരുടെ ഗുഹകളിലേക്കും മരങ്ങളിലേക്കെല്ലാം തിരിച്ചു പോകും. അവരുടെ ശരീരം ഡിസൈൻ ചെയ്തിരിക്കുന്നത് അതനുസരിച്ചാണ്. നമ്മൾ പന്നിയിലിയെ പലപ്പോഴും കണ്ടിട്ടുണ്ട്, പറമ്പിൽ നിന്നൊക്കെ പിടിക്കാറുണ്ട്. നമ്മൾ ഈ കിട്ടുന്ന പന്നിയിലിയെ കൊണ്ടുപോയി ഒരു 10 മിനിറ്റ് പോലും വേണ്ട, ഒരു 5 മിനിറ്റ് നേരം നല്ല വെയിലത്ത് ഒന്ന് എക്സ്പോസ് ചെയ്യുക. നാച്ചുറലായിട്ട് ഒരു 10-15 മിനിറ്റുള്ള പന്നിയിൽ ചാവും. കാരണം അതിൻ്റെ ശരീരത്തിന് ഈ പ്രകാശവും ചൂടും ഒന്നും താങ്ങാനുള്ള കരുത്തില്ല. ഇന്ന് നമ്മുടെ യുവാക്കൾക്ക്, കുഞ്ഞുങ്ങൾക്ക് സംഭവിക്കുന്നത് എന്താണ്? കുഞ്ഞുങ്ങളെല്ലാം തന്നെ രാത്രി പകലാക്കുന്നവരാണ്. വർക്ക് ഫ്രം ഹോം, രാത്രി ഇരിക്കുകയാണ്. അവരുടെ ആക്ടിവിറ്റി തുടങ്ങുന്നത് തന്നെ രാത്രി 8 മണിക്കും 9 മണിക്കുമാണ്. മാത്രമല്ല ഭക്ഷണശീലം, ആദ്യകാലം മുതൽ എല്ലാ മെഡിക്കൽ വിഭാഗങ്ങളും പറയുന്നുണ്ട്, വൈകുന്നേരം 7 മണിക്കുള്ളിൽ ഭക്ഷണം കഴിച്ച് തീർക്കണം. 7 മണിക്ക് ശേഷം ഭക്ഷണം കഴിക്കരുത്. 7 മണി 8 മണി മുതൽ രാവിലെ വരെ വയറിന് റെസ്റ്റ് കൊടുക്കണം. നമ്മുടെ ശരീരത്തിലെ അവയവങ്ങൾക്കെല്ലാം പ്രവർത്തിക്കാനുള്ള അവസരമാണ്. എല്ലാം പ്രവർത്തിച്ച് വേസ്റ്റെല്ലാം റിമൂവ് ചെയ്ത് നേരം വെളുക്കുമ്പോഴേക്കും ഫ്രഷ് ആകണമെങ്കിൽ നമ്മൾ വൈകുന്നേരം 7 മണിക്ക് മുമ്പിൽ ഭക്ഷണം കഴിച്ചിരിക്കണം. എന്നാൽ ഇന്ന് സംഭവിക്കുക എന്താണ്? ഈ ജോലി ചെയ്യുന്ന എല്ലാവരും തന്നെ മെയിനായിട്ട് ഭക്ഷണം കഴിക്കുക തട്ടുകടകളിൽ നിന്നാണ്. വൈകുന്നേരങ്ങളായി കഴിഞ്ഞാൽ ജോലിക്ക് കയറുന്നവർ ഈ 9 മണിക്കും 10 മണിക്കാണ് അവർ കമ്പ്യൂട്ടറിൽ ജോലിക്ക് കയറുന്നത്. അതിനിടയ്ക്ക് ലാസ്റ്റ് അത് കഴിഞ്ഞിട്ട് 10 മണി 11 മണിയാകുമ്പോഴേക്കാണ് പുറത്തേക്ക് ഇറങ്ങുന്നു, ജംഗ്ഷനിലേക്ക് പോകുന്നു. അവിടെ പോയിട്ട് തട്ടുകടയിൽ പോയിട്ട് ഈ പറയപ്പെടുന്ന പൊറോട്ടയും ചില്ലി ചിക്കനും ബീഫും കപ്പ ബിരിയാണിയും ഇതെല്ലാം കഴിക്കുകയാണ്. മാത്രമല്ല മന്തി, അങ്ങനത്തെ ഒരുപാട് ഭക്ഷ്യവസ്തുക്കൾ, ഞാൻ ആരെയും കുറ്റം പറയുന്നതല്ല, ഇതെല്ലാം കഴിക്കുകയാണ്. ഇവരുടെ ശരീരത്തിൻ്റെ കംപ്ലീറ്റ് പ്രവർത്തനങ്ങൾ അട്ടിമറിക്കപ്പെടുകയാണ്. അവർ പകൽ കിടന്ന് ഉറങ്ങും. അപ്പോൾ നേരത്തെ പറഞ്ഞ മാതിരി ആ ജൈവ ഘടികാരം പൂർണ്ണമായിട്ടും മറിച്ച് മാറ്റപ്പെടുകയാണ്. അപ്പോൾ സംഭവിക്കുന്നത്, നേരത്തെ പറഞ്ഞ മാതിരി ആ പന്നിയിലെ നമ്മൾ പിടിച്ച് കൂട്ടിയിട്ട് വെയിലത്ത് വെക്കുകയാണെങ്കിൽ ആ പന്നിയിലി കൊച്ചു ജീവിയായതുകൊണ്ട് അത് ഒരു മാക്സിമം ഒരു അരമണിക്കൂർ ചത്തുപോകും. മനുഷ്യ ശരീരത്തിൽ സംഭവിക്കുന്നത് ഇത് തന്നെയാണ്. നമ്മൾ ഗ്രാജുവലായിട്ട് ഇഞ്ചിഞ്ചായിട്ട് നമ്മുടെ ശരീരത്തെ കൊന്നുകൊണ്ടിരിക്കുകയാണ്. ശരീരത്തെ എല്ലാ അവയവങ്ങളെയും ബാധിക്കും. അതുകൊണ്ടാണ് നമുക്ക് 30 വയസ്സുകാരനും ഡയബറ്റീസും മുടി മുഴുവൻ നരച്ച് ഒരു 30-40 വയസ്സുകാരൻ വൃദ്ധൻ്റെ രൂപത്തിലേക്ക് മാറുന്നത്. അത് നമ്മളൊരു വലിയ അപകടമായിട്ട് കാണാറുണ്ട്. പലരും പറയാറുണ്ട്, ഇതെല്ലാം സാഹചര്യങ്ങൾ എങ്ങനെയാണ്, എങ്ങനെ പറ്റുള്ളൂ എന്നൊക്കെ പറയാറുണ്ട്. മനസ്സ് വെക്കുകയാണെങ്കിലൊക്കെ നമുക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റുന്ന കാര്യങ്ങളേ ഉള്ളൂ.